ജപ്പാനിലെ ഒക്കിനാവ ഉച്ചിറിയു കരാട്ടെ മാസ്റ്റർമാർ കണ്ണൂരിൽ വരുന്നു. 15 മുതൽ 17 വരെ ഏച്ചൂർ VR പാർട്ടി ഹാളിലും 18 മുതൽ 20 വരെ കൂടാളി ഉച്ചിറിയു കരാട്ടെ സ്കൂളിലും കരാട്ടെ അഭ്യാസികൾക്ക് പരിശീലനം നൽകും. 100ഓളം കരാട്ടെ അഭ്യാസികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഏറ്റവും പോപ്പുലറായ ഏറ്റവും പ്രചാരത്തിലുള്ള വളരെ പ്രമുഖമായ ഒരു സ്റ്റൈലാണ് ഉച്ചിറു എന്ന് പറയുന്നത്. അപ്പോൾ ആ ഉച്ചിറു കരാത്തയെ സംബന്ധിച്ചിട്ട് അതിൻ്റെ ഇന്ത്യയിലെ ദേശീയ ആസ്ഥാനം കണ്ണൂർ ജില്ലയിൽ കൂടാളിയാണ് എന്നുള്ള ഒരു അപൂർവ സൗഭാഗ്യം കണ്ണൂരിനും കേരളത്തിനും കിട്ടിയിട്ടുണ്ട്. കുറേ വർഷങ്ങളായിട്ട് കൂടാളിയിലാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉച്ചിറു കരാത്തയുടെ ദേശീയ ആസ്ഥാനം നാഷണൽ ഹെഡ്ക്വാർട്ടേഴ്സ്. അപ്പോൾ ഇവിടെ ഇപ്പോഴും ഞാൻ KV മനോഹരനാണ് അതിൻ്റെ മുഖ്യ ശിക്ഷകൻ. അദ്ദേഹം ആദ്യമായിട്ട് ജപ്പാനിൽ നിന്ന് ബ്ലാക്ക് ബെൽറ്റ് വാങ്ങിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ്. കുറേ വിശേഷങ്ങളുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2 പ്രഗത്ഭരായ അധ്യാപകർ, കാരണം ഇതിൻ്റെ നമുക്കറിയാം കരാട്ടയുടെ ഈറ്റില്ലം എന്ന് പറയുന്നത് ജപ്പാനിലെ ഒക്കിനാവയാണ്. ആ ഒക്കിനാവയിൽ നിന്നും 2 പേര് വരികയാണ് കണ്ണൂർ ജില്ലയിൽ വന്നിട്ട് കേരളത്തിലുള്ളവർ മാത്രമല്ല കേരളത്തിൻ്റെ വെളിയിലുള്ളവർക്കും പരിശീലനം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും പ്രഗത്ഭരായ അധ്യാപകരാണ്. അവരുടെ പേരിൽ പറഞ്ഞിട്ടുണ്ട് സെൻസൈ കിയോഹിതോ ഷിൻജോ, സെൻസൈ സുസൂമോ ഹിഗോ. അപ്പോൾ അവരിവിടെ എത്തുന്നത് ഒക്ടോബർ 15 മുതൽ 17 വരെ 3 ദിവസം അവർ ഏച്ചൂരിലുള്ള VR പാർട്ടി ഹാളിൽ ഒരു സെമിനാർ നടത്തും, പരിശീലനം നടത്തും. അതിന് പുറമെ 18, 19, 20 തീയതികളിൽ ഈ കൂടാളിയിൽ ഞാൻ പറഞ്ഞു ഉച്ചിറു കരാട്ടൻ്റെ ഇന്ത്യയിലെ ആസ്ഥാനമായ കൂടാളി വെച്ചിട്ട് നടത്തും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 15 മുതൽ 20 വരെ 6 ദിവസം അവർ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായി അവിടെ ക്യാമ്പ് ചെയ്തു. KV മനോഹരൻ, PK പ്രേമരാജൻ, ബെന്നി ബാബു, രോഹിത് മനോഹരൻ, PK മഹേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.